നമസ്കാരം. കാവ്യ മാധവൻ എന്ന പേരിലെ മാധവൻ എന്ന വ്യക്തി ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. പ്രശസ്ത നടി കാവ്യ മാധവൻ്റെ പിതാവ് മാധവൻ ചേട്ടനെപ്പറ്റി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഭൂരിഭാഗം പേരും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നത് വളരെ സന്തോഷം. എന്നാൽ അതിനകത്തൊരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഇദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിക്കുകയും ഇദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നതായി ഞാൻ അവിടെ സൂചിപ്പിച്ചിരുന്നു. അത് സത്യം തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ വിവരം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധവൻ ചേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായും അനുശോചനം അറിയിക്കുവാനുമായാണ് ഞാൻ പോയത്. അന്നേ ദിവസം നല്ല മഴയായിരുന്നു, പറയാതിരിക്കാൻ പറ്റുകയില്ല. എന്നാൽ രാവിലെ ഒരു 9:30 കഴിഞ്ഞു, 9:30ക്കും 10:00 ഇടയ്ക്ക് മഴ അങ്ങ് മാറി നിന്നു. ആ മഴ പിന്നെ തുടർന്നത് ഇദ്ദേഹത്തിൻ്റെ, അതായത് മാധവൻ ചേട്ടൻ്റെ അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തിയായ ശേഷം ശ്മശാനത്തു നിന്നും കുടുംബാംഗങ്ങൾ പൂർണ്ണമായും മടങ്ങിയ ശേഷം ഏതാണ്ട് ഒരു 11:30 വീണ്ടും മഴ ആരംഭിക്കുന്നത്. മാധവൻ ചേട്ടൻ്റെ അന്ത്യകർമ്മത്തിന് ബോഡി വീട്ടിലെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം പൂർത്തിയാക്കി ഏതാണ്ട് ഒരു 10:30 കഴിഞ്ഞാണ് വീട്ടിൽ നിന്നും 10:45 കൂടിയാണ് വീട്ടിൽ നിന്നും ബോഡി പുറപ്പെടുന്നത്. പുറപ്പെട്ട ഒരു 11 മണിയോടുകൂടി ശ്മശാനത്തിൽ എത്തുകയും ചെയ്തു. 11:05 എങ്ങാണ്ടായി ബോഡി എത്തുകയും ചെയ്തു. എത്തി ശ്മശാനത്തുള്ള അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഏതാണ്ട് 11:30 അദ്ദേഹത്തെ സംസ്കാര കർമ്മങ്ങൾ പൂർത്തിയായി കുടുംബാംഗങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു മാധവൻ ചേട്ടനെ ഏറ്റവും അവസാനം അനുശോചനം അറിയിച്ച വ്യക്തി ഒരുപക്ഷെ ഞാനായിരിക്കും. കാരണം ശ്മശാനത്ത് വെച്ചാണ് ഞാൻ അനുശോചനം അറിയിക്കുന്നത്. അതിന് ശേഷം മറ്റാരും അവിടെ അത് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. അത് കഴിഞ്ഞ് ആരും ചെയ്തതായിട്ടും എൻ്റെ അറിവിലില്ല. ഞാൻ പൂർണ്ണമായി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിശ്ചിത സമയത്ത് മഴ മാറി നിന്നു, പ്രകൃതി വരെ മാറി നിന്നു, ഉപദ്രവിച്ചില്ല എന്നതാണ്. കാരണം കൊടും വേനൽ കാലത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ ചെറുതായിട്ടൊരു മഴ ചാറുകയോ അല്ലെങ്കിൽ പെയ്യുകയോ ചെയ്താൽ അത് നമുക്ക് അനുഗ്രഹമായിട്ടാണ് അനുഗ്രഹമെന്ന് മുതിർന്ന കാരണവന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പെരുമഴക്കാലത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ ആ മഴ മാറി നിൽക്കുക എന്ന് പറയുന്നതും ഒരു ഈശ്വരാധീനം തന്നെയാണ് എന്ന് മുതിർന്ന കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മാധവൻ ചേട്ടനെ പറ്റി പറഞ്ഞിരുന്നു. ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, തീർത്തും ഒരു സാധുവായ ഒരു നാട്ടും പ്രദേശത്തെ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ യാതൊരു വിധ അഹംഭാവമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം സുഖമില്ലാതെ ആഴ്ചകളോളോ മാസങ്ങളോളോ കിടന്നിരുന്നെങ്കിൽ അദ്ദേഹം വേദന തിന്നേണ്ടി വന്നേന്, അതിനോടൊപ്പം ആ കുടുംബാംഗങ്ങളും വേദന തിന്നേണ്ടി വന്നേന്. ഇതൊന്നുമില്ലാതെ അദ്ദേഹവും ബുദ്ധിമുട്ടാതെ കുടുംബാംഗങ്ങളെയും ബുദ്ധിമുട്ടാതെ അദ്ദേഹത്തിനെ വന്ന് ഈശ്വരൻ വിളിച്ചുകൊണ്ട് പോയി എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമാക്കി പറഞ്ഞിരുന്നു. എന്നാൽ ആ മനുഷ്യൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് പ്രകൃതി വരെ തടസ്സമില്ലാതെ മാറി നിന്നു എന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ചെന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരു പ്രപഞ്ച സത്യം. എന്നാൽ കാവ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഡിപ്രഷനിൽ നിന്നും പുറത്തു കടക്കാൻ ഒരുപക്ഷെ മാസങ്ങൾ എടുത്തേക്കാം. മരണം എന്ന പ്രപഞ്ച സത്യം ലോകമെമ്പാടും കിടക്കുന്ന മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് പ്രകൃതി തന്നിരിക്കുന്ന ഒരു തിരശീലയാണെന്ന പ്രപഞ്ച സത്യം കാവ്യ മാധവൻ ഉൾക്കൊണ്ട് ഈ ഡിപ്രഷനിൽ നിന്നും പുറത്തു കിടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ ചാനലിൽ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാന്യമായ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.